വെഞ്ചർ ആൻഡ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പഠിച്ചു, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. അതായത് വളരെ സിമ്പിളാണ്. ഈ ഒരു പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞ സംഭവം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 ബ്ലോക്സ് ആക്കുക. ജോയിൻറ്റ് വെഞ്ചർ, പാർട്ട്ണർഷിപ്പ് എന്താണ്, നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വെച്ച് തന്നെ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് എന്ത് വേണ്ട, ഒരു ഫേമിൻ്റെ പേര് വേണ്ട, ഫേം നെയിം ഈസ് നോട്ട് റിക്വയർഡ്. എന്നാൽ പാർട്ട്ണർഷിപ്പിലോ ഒരു ഫേം നെയിം വേണം, എ ഫേം നെയിം ഈസ് റിക്വയർഡ്. ജോയിൻറ്റ് വെഞ്ചറിൽ ആരാണ്, കോ വെഞ്ചേഴ്സ് ആണ്. പാർട്ട്ണർഷിപ്പിൽ ആരാണ്, പാർട്ട്നേഴ്സ് ആണ്. ഈസ് ദാറ്റ് ഓഫ് കോ വെഞ്ചേഴ്സ്, ഈസ് ദാറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. ജോയിൻറ്റ് വെഞ്ചർ എങ്ങനെയാണ്, കംസ് ടു ആൻ എൻ ഓൺ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ. ആ വെഞ്ചർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ജോയിൻറ്റ് വെഞ്ചറും കംപ്ലീറ്റ് ആവും. എന്നാൽ പാർട്ട്ണർഷിപ്പോ കണ്ടിന്യൂസ് ഫോർ എ ലോങ്ങർ പീരീഡ്. ഓക്കെ, അത് എത്ര കാലം വേണമെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങും. അത് അടിയിട്ട് പിരിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇത് നിൽക്കുന്ന വരെ ആ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങും അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ഫോർ എ ലോങ്ങർ പീരീഡ് ആണ് പാർട്ട്ണർഷിപ്പ്. എന്നാൽ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ കംസ് ടു ആൻ എൻഡ് ഓൺ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ. ആ ഒരു വെഞ്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ എൻ്റെ ആ ഒരു ഇതും കഴിയും. ദെൻ അത് കഴിഞ്ഞിട്ട് കോ വെഞ്ചേഴ്സ് ക്യാൻ ഡു ദ ബിസിനസ് ഓഫ് ദ സെയിം ടൈപ്പ് ആസ് ദാറ്റ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചറിനെ പോലെ തന്നെ കോ വെഞ്ചേഴ്സിനും അതേ സെയിം ചെയ്യാം. പക്ഷേ പാർട്ട്നേഴ്സിന് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. അത് ആ ഒരു 4th പോയിൻ്റ് ഇല്ലേ, ആ 4th പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണാതെ പഠിച്ച് വരുമ്പോഴത്തേക്കും പലതുമൊക്കെ മറക്കും. സോ അത് വേണ്ട. അത് നമുക്ക് പെട്ടെന്ന് ഓർക്കുന്ന ചില പോയിൻ്റ് ഇതിൽ തന്നെ ഉണ്ട്. സോ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ പഠിച്ച. ഒരു ഫേം നെയിം വേണ്ട, ജോയിൻറ്റ് വെഞ്ചറിൽ ഫേം നെയിം വേണം. പാർട്ട്ണർഷിപ്പിൽ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു വെഞ്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ ജോയിൻറ്റ് വെഞ്ചറും കംപ്ലീറ്റ് ആവും. എന്നാൽ പാർട്ട്ണർഷിപ്പ് ലോങ്ങർ പീരീഡ് വരെ കണ്ടിന്യൂ ചെയ്യും. ജോയിൻറ്റ് വെഞ്ചറിൽ കോ വെഞ്ചേഴ്സാണ്, പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സാണ്. സിമ്പിളാണ്. അതുപോലെ തന്നെ അടുത്ത 5th പോയിൻ്റ് നോക്കാം. ജോയിൻറ്റ് വെഞ്ചറിൽ എന്ന് പറഞ്ഞാൽ നോട്ട് കമ്പൾസറി ടു മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതുപോലെ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് വേണം എന്നുള്ളത് ജോയിൻറ്റ് വെഞ്ചറിൽ കമ്പൾസറി അല്ല. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഇത് കമ്പൾസറി ആയിരിക്കും. കമ്പൾസറി ടു ഹാവ് എ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രെയിൻ പോകണം. കമ്പൾസറി ടു ഹാവ് എ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ വീഡിയോ ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതായിട്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ എഡിറ്റൊക്കെ ചെയ്തിടാം, അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്തെന്ന് പറഞ്ഞാലിടാ സ്പെസിഫിക് ആക്ട് ഒന്നും തന്നെ ഇല്ല. ദർ ഈസ് നോ സ്പെസിഫിക് ആക്ട് ഫോർ റെഗുലേറ്റിംഗ് ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്. ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആക്റ്റോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്. പാർട്ട്ണർഷിപ്പ് ആക്ട് റെഗുലേറ്റ്സ് എനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ഏത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ പേര് വേണ്ട, എന്നാൽ പാർട്ട്ണർഷിപ്പിൽ ഒരു ഫേമിൻ്റെ പേര് വേണം. ശബ്ദം. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് കോ വെഞ്ചേഴ്സാണ്, പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് പാർട്ട്നേഴ്സാണ്. ജോയിൻറ്റ് വെഞ്ചറിൽ എന്ത് ചെയ്യാണ്, ആ ഒരു വെഞ്ചർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അത് എൻഡ് ആവുകയാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ലോങ് പീരീഡ് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് വേണ്ട, പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് അങ്ങനെ ഒരു സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിന് ഒരു സ്പെസിഫിക് ആക്റ്റുമില്ല അല്ലേ. ദർ ഈസ് നോ സ്പെസിഫിക് ആക്ട് ഫോർ റെഗുലേറ്റിംഗ് ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്. ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആക്റ്റൊന്നുമില്ല. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട് അല്ലേ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്. നമ്മൾ എത്ര പോയിൻറ്റ്സ് നോക്കി, 1 2 3 4 5 പോയിൻറ്റ്സ് മതി. ഓക്കെ, ദാറ്റ്സ് എനഫ്. ദെൻ അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് വെഞ്ചറും കൺസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ. കൺസൈൻമെൻറ്റ്, ഇപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ്, ഓണേഴ്സാണ്. എല്ലാ വെഞ്ചേഴ്സും ഓണേഴ്സാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ഓഫ് ഓണേഴ്സാണ്. എന്നാൽ കൺസൈൻമെൻറ്റിലോ
പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻ്റ് ആണ് റിലേഷൻഷിപ്പ് അല്ലേ. ദ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻ്റ്. അപ്പോൾ അതായി ഫസ്റ്റ് പോയിന്റ്. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ഈസ് ടെർമിനേറ്റഡ് ആസ് സൂൺ ആസ് ദ വെഞ്ചർ ഈസ് ഓവർ. ആ വെഞ്ചർ കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ റിലേഷൻഷിപ്പും എന്ത് ചെയ്യും, തീരും. പക്ഷേ കൺസൈൻമെൻറ്റ് അങ്ങനല്ല. ദ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ഫോർ വെരി ലോങ് പീരീഡ്. ഒരുപാട് നാളത്തേക്ക് ആ ഒരു ബന്ധം നിലനിൽക്കും. ഇനി ജോയിൻറ്റ് വെഞ്ചറിലെ റിസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലേ. റിസ്ക് ഓഫ് എ വെഞ്ചർ ഈസ് ടു ബി ബോൺ ബൈ ഓൾ വെഞ്ചേഴ്സ്. എല്ലാ വെഞ്ചേഴ്സും ആ റിസ്ക് എടുക്കണം. പക്ഷേ കൺസൈൻമെൻറ്റിലോ റിസ്ക് ഈസ് ബോൺ ഓൺലി ബൈ കൺസൈനർ. കൺസൈനറിന് മാത്രം എന്ത് ചെയ്താൽ മതി, ആ റിസ്ക് എടുത്താൽ മതി. കാരണം കൺസൈനറാണ് അവിടുത്തെ ഓണർ എന്ന് പറയുന്നത്. സോ ഹി വോണ്ട് ടു ബോട്ട് ദ റിസ്ക്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് പറഞ്ഞു. റിലേഷൻഷിപ്പ് ജോയിൻറ്റ് വെഞ്ചറിലെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ആണ്. ആ ഒരു വെഞ്ചർ കഴിയുമ്പോൾ റിലേഷൻഷിപ്പ് ടെർമിനേറ്റഡ് മീൻസ് ഓവർ ആകും. ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചറിൽ എല്ലാവരും കൂടെ എടുക്കും. കൺസൈൻമെൻറ്റിലെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻ്റ് ആണ്. റിലേഷൻഷിപ്പ് ഒരുപാട് നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. റിസ്ക് ആരാണ് നോക്കുന്നത്, കൺസൈനറാണ് നോക്കുന്നത്. 3 പോയിൻറ്റ്സ് ആയി. ഇനി അടുത്തത് നമ്മൾ അടുത്ത നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് എല്ലാ വെഞ്ചേഴ്സും ഓണേഴ്സ് ആണ്. എന്നാൽ കൺസൈൻമെൻറ്റിൽ എങ്ങനെയാണ്, ഓണർഷിപ്പ് എന്ന് പറയുന്നത് കൺസൈനറിൻ്റെ കയ്യിലായിരിക്കും എപ്പോൾ വരെ, ആ സാധനം വിൽക്കുന്നത് വരെ. ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് ദ കൺസൈനർ ടിൽ ഇറ്റ് ഈസ് സോൾഡ്. ആ സാധനങ്ങൾ വിൽക്കുന്നത് വരെ ആ സാധനത്തിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും, കൺസൈനറിൻ്റെ കയ്യിലായിരിക്കും. വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ പോവും, ബയ്യറിൻ്റെ കയ്യിൽ പോവും അല്ലേ, വാങ്ങുന്നതാണ്. അപ്പം വിൽക്കുന്നത് മുന്നേ വരെ ആ സാധനത്തിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, കൺസൈനറിൻ്റെ കയ്യിലായിരിക്കും. നിങ്ങൾക്ക് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് എല്ലാ വെഞ്ചേഴ്സും കൂടിയായിരിക്കും. എന്നാൽ കൺസൈൻമെൻറ്റിൻ്റെ അകത്ത് എന്താണ്, ദ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഗോസ് ടു ദ കൺസൈനറിനാണ് അല്ലേ. എന്ത് ലാഭമോ നഷ്ടമോ ഉണ്ടായാലും അത് കൺസൈനറിനാണ് പോകുന്നത്. പക്ഷേ ജോയിൻറ്റ് വെഞ്ചറിൽ ലാഭവും നഷ്ടവും കൂടി എല്ലാ വെഞ്ചേഴ്സും ഷെയർ ചെയ്തെടുക്കും. ഇനി നമുക്കറിയാം കൺസൈൻമെൻറ്റിൻ്റെ അകത്ത് കമ്മീഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. എന്നാൽ നമ്മുടെ ജോയിൻറ്റ് വെഞ്ചറിൽ അങ്ങനെ ഉണ്ടോ, ഇല്ല. നോട്ട് കമ്പൽസറി ടു പേ കമ്മീഷൻ. എന്നാൽ കൺസൈൻമെൻറ്റിൽ പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ടു കൺസൈൻ ഈസ് കമ്പൽസറി. കൺസൈനറിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. സോ കമ്മീഷൻ അടയ്ക്കുക എന്ന് പറയുന്നത്, പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ഇനി എല്ലാ വെഞ്ചേഴ്സും കുറച്ച് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ? യെസ്, യൂഷ്വലി ഓൾ വെഞ്ചേഴ്സ് കോൺട്രിബ്യൂട്ട് സം ക്യാപിറ്റൽ. എല്ലാ വെഞ്ചേഴ്സും എന്ത് ചെയ്യും, ജോയിൻറ്റ് വെഞ്ചറിൽ ക്യാപിറ്റൽ കൊണ്ടുവരും. എന്നാൽ കൺസൈൻമെൻറ്റിൽ അങ്ങനെ വല്ലതും ഉണ്ടോ, ഒരു ചിലവും ഇല്ല അല്ലേ. കൺസൈനി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് എനി ക്യാപിറ്റൽ. കൺസൈനി ഒരു ക്യാപിറ്റലും എന്ത് ചെയ്യില്ല, കൊണ്ടുവരില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൺസൈൻമെൻറ്റിൻ്റെ അകത്ത് കൺസൈനറിന് എന്തയക്കും, അക്കൗണ്ട് സെയിൽ അയക്കുമെന്ന്. പക്ഷെ ജോയിൻറ്റ് വെഞ്ചറിൽ അങ്ങനെ ഉണ്ടോ, ഇല്ല. അക്കൗണ്ട് സെയിൽ ഈസ് നോട്ട് സെൻഡ് ബൈ വൺ വെഞ്ചറർ ടു. അല്ലെങ്കിൽ നമുക്ക് എഴുതാം നോ അക്കൗണ്ട് സെയിൽ ഈസ് പ്രിപ്പയർഡ് എന്ന് എഴുതിയാലും ആ പോയിന്റ് ക്ലിയർ ആണ്. ഇനി കൺസൈൻമെൻറ്റിൻ്റെ അകത്താണെങ്കിലോ ഇറ്റ് ഈസ് സെൻഡ് ബൈ കൺസൈനി ടു ദ കൺസൈനർ. അക്കൗണ്ട് സെയിൽ കൺസൈനി എഴുതി കൺസൈനറിന് കൊടുക്കും. അല്ലെങ്കിൽ അക്കൗണ്ട് സെയിൽ ഈസ് പ്രിപ്പയർഡ് എന്നും പറഞ്ഞ് നമുക്ക് എഴുതാം. ദെൻ അടുത്ത ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ആൻ എക്സ്പെൻസ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. എന്നാൽ കൺസൈൻമെൻറ്റിലോ ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എടുക്കില്ല. ഇറ്റ് ഈസ് ചാർജ്ഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഓഫ് ദ കൺസൈനർ. ലാസ്റ്റ് പോയിന്റ് കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് പോയിന്റ്സ് ആയില്ലേ. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആയി, ജോയിൻറ്റ് വെഞ്ചറും കൺസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് കുറേ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്.